Hello guys, welcome back. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ അത് പർച്ചേസ് ചെയ്തത്. ആൻഡ് സ്പോർട്സിൻ്റെ ഒരു അടിപൊളി RGB ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. അപ്പോൾ നമ്മൾ RGB എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എക്സ്പെൻസീവ് ആണ്, 1000 രൂപയ്ക്കൊക്കെ മുകളിലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണോ, ഇനി ബ്ലൂടൂത്ത് ആണോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് വയർലെസ് അല്ല, ഇത് വയർലെസ് അല്ല, വയർഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതെടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂടൂത്ത് വയർലെസ് ഒക്കെ ആകുമ്പോൾ ട്രാൻസിഷന് കുറച്ച് സ്പീഡ് കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗെയിമിംഗ് പർപ്പസ് ആണെങ്കിലും മ്യൂസിക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ അതിൽ കീ നിൽക്കിക്കേണ്ടി കുറേ കഴിഞ്ഞിട്ടാണ് സൗണ്ട് കേൾക്കുക, അങ്ങനത്തെ ഒരു ചെറിയൊരു മില്ലി സെക്കൻഡ് വ്യത്യാസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഗെയിമിംഗ് ഹെഡ്സെറ്റ് ഗെയിമിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിൽ ശരിക്കും എന്താ പറയുക എഫക്റ്റീവ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് എനിമീസൊക്കെ വരുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കൊക്കെ എല്ലാം ഡെഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിന്ന് പുള്ളിക്കാരൻ അൺബോക്സ് ചെയ്യണം. ആമസോണിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം സമയം പഴയൊക്കെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് സമയം പഴക്കാൻ നമ്മുടെ പാക്കേജ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊറിയർ വന്നിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ബോക്സ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ് നമ്മുടെ ഹെഡ്ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ Esports H530 എന്നൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ നിന്ന് നേരെ ഹെഡ്ഫോൺ നമുക്ക് പുറത്തെടുക്കാം. പാക്കേജെല്ലാം നല്ല അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പെട്ടിന്ന് പുറത്തെടുക്കാം. നമ്മുടെ ഹെഡ്സെറ്റ് ഇതാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ, അതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിടിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഗെയിമിംഗ് ഹെഡ്ഫോണിൻ്റെ ഒരു ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പിടിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ മൈക്ക് പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം നല്ലൊരു കേബിൾ ലെങ്ത്തുള്ള വയറും കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു വാറണ്ടി കാർഡും കൂടി കിട്ടുന്നുണ്ട് Esportsൻ്റെ. അപ്പോൾ ഗൈസ് നമുക്കിനടുത്തതായിട്ട് ഇതിൻ്റെ കേബിളിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിൻ്റെ RGB പവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു USB കേബിളും പിന്നെ അതിൻ്റെ മൈക്ക് പവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റെഡ് കളർ പിന്നുമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹെഡ്ഫോണിലേക്കുള്ള കണക്ഷൻ ഒരു ഗ്രീൻ കളർ പിന്നീലൂടെയും വരുന്നുണ്ട്. പിന്നെ ഇതിന് നല്ല നീളമുള്ള ഒരു ബ്രേഡഡ് കേബിളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്മേൽ തന്നെ ഒരു മൈക്കിൻ്റെ ഓണോ സ്വിച്ചിൻ്റെ കൺട്രോളറും അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബാറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൈക്കിൻ്റെ ഓണോ സ്വിച്ചിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗെയിം സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കലോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കലോ നമുക്ക് അതിൻ്റെ റെക്കോർഡറിൽ പോകാണ്ട് തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് ഓഫ് ചെയ്ത് ഓണാക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സ്ട്രീമേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇത് നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മൈക്കിൻ്റെ ഓണോ സ്വിച്ച്. പിന്നെ ഇതുമ്പോൾ തന്നെ ഒരു വോളിയം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബാറും വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗെയിമേഴ്സിന് നമുക്ക് അത്യാവശ്യമായിട്ട് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതും ഹെഡ്ഫോണിൻ്റെ ഹെഡ് ലെവൽ അങ്ങനെ ഇയർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതും വരുന്നുണ്ട്. അത് മിക്ക ഹെഡ്ഫോണും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രീമേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മുകളിലോട്ടും താഴത്തോട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാതെ മൗത്തുമ്മയ്ക്കുള്ള ലെവലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെഡ് കളറിൽ വന്നിട്ടുള്ളത് മൈക്കിൻ്റെ പ്ലഗ്ഗാണ്. അതുപോലെ ഈ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഓഡിയോയുടെ സൗണ്ടിൻ്റെ പോർട്ടാണ്. അതുപോലെ ഈ USB കേബിൾ വന്നിട്ടുള്ളത് RGB പവർ ഓൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം USB പോർട്ടിൽ നമ്മുടെ RGBയുടെ USB പിന്നൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇതിൽ RGB ലൈറ്റ് പവർ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ മൈക്കിൻ്റെ പോർട്ടിൻ്റെ അവിടെയും നമുക്ക് കാണാം ഒരു RGB ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അത് പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സൗണ്ട് ജാക്ക് കണക്ട് ചെയ്യാം, മൈക്കിൻ്റെയും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് കൈ കിട്ടിയിട്ട് പവർ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എന്താ പറയുക മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റെക്കോർഡാവുന്നത് ഹലോ ഗൈസ്, ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് ബോയ ബൈ M1ലെ സൗണ്ടാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഹെഡ്ഫോണിലെ സൗണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ഹെഡ്ഫോണിലെ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക എത്രത്തോളം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഫാനൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് അല്ല, നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉള്ള റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫാനൊന്നും ഉണക്കിയിട്ട് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ റണ്ണിങ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ കേൾക്കാം, ബാക്ക്ഗ്രൗണ്ടിലെ ഫാനിൻ്റെ നോയ്സിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലെ നോയ്സ് സപ്രഷൻ ഓൺ ആക്കിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ അതിൽ ഫിൽറ്റർ എടുത്തിട്ട് നോയ്സ് സപ്രഷൻ ഓണാക്കിയിട്ടിട്ട് ഓക്കെ. അപ്പോൾ നമുക്കിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തിൻ്റെ നോയ്സ് ഇത്തിരി കുറവ് തോന്നുന്നുണ്ടാവും, കാരണം അതിൽ നോയ്സ് സപ്രഷൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നോയ്സ് സപ്രഷൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് പ്രൊഫഷനൊക്കെ ആണെങ്കിൽ അതുപോലെ ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇറക്കാനാണെങ്കിൽ യൂട്യൂബേഴ്സിന് പറ്റിയൊരു മൈക്കാണിത്. ഇപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടി കൂടിയ പ്രൈസിലുള്ള നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ട് ആമസോണിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ അതുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഇതുപോലത്തെ കുറേ ഹെഡ്ഫോൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത് RGB ലൈറ്റാണ് ഇവിടെ. പിന്നെ അതിന് ഡീപ്പ് ബാസ് സപ്പോർട്ടും കൂടി ഉണ്ട്. പിന്നെ സോഫ്റ്റ് ഇയർ പാഡ്സ് ആണ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇയർ പാഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെവിക്കാൻ വേദനയൊന്നും വരുന്നില്ല. അത്യാവശ്യം ഇവിടെ നല്ല കവറിങ് വരുന്നുണ്ട്. പിന്നെ 40mm ഡ്രൈവറാണ് ഇതിന് വരുന്നത്. പിന്നെ HD ഓഡിയോ ആണ്. പിന്നെ അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ MRP റുപ്പീസ് വരുന്നത് 3000 രൂപയാണ് ഇതിൻ്റെ MRP റുപ്പീസ്. പക്ഷേ എനിക്കിത് 850 രൂപയ്ക്ക് തന്നെ ആമസോണിൽ നിന്ന് കിട്ടി. ഇത് അടിപൊളി സംഭവം തന്നെയാണെന്ന് തന്നെ പറയുക. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ അധികം ഫ്ലെക്സിബിൾ ചെയ്ത് ഓടിക്കണില്ല, ഇന്ന് സാധനം കൈ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കമ്പാക്റ്റബിലിറ്റി വരുന്നത് Xbox, PS4, ആൻഡ്രോയിഡ്, വിൻഡോസ്, മാക്ക് എല്ലാതായിട്ടും നല്ല കമ്പാക്റ്റബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഇതിൻ്റെ ബ്ലൂ ആൻഡ് ബ്ലാക്കും ബ്ലൂ ആൻഡ് ഗ്രീനും എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങളോട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മളോട് പറയാൻ വിട്ടുപോയി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ GTA 5 ഓൺലൈൻ്റെ പെയ്ഡ് വെർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ വൈകാതെ വരുന്നുണ്ട്. ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിം പ്ലേ ആണ്. വേറെ കുറച്ച് ഗെയിമേഴ്സൊക്കെ ആയിട്ടുള്ള കൊളാബറേഷൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.